ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു നർച്ചർ ടോക്സ്. ഇന്ന് നമുക്ക് ഞവര അരിയുടെ ഗുണങ്ങളും ഉപയോഗങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഞവര അരി എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഒരിക്കലെങ്കിലും കേട്ട് കാണും. ആയുർവേദത്തിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്നവർക്കൊക്കെ അറിയാം, ഞവര കിഴി എന്നൊക്കെ കേട്ട് കാണും. കിഴിക്ക് മാത്രമല്ല, ഞവര അരി കഴിക്കാനും ഉപയോഗിക്കും. സാധാരണ അരി പോലെയല്ല, ഞവരരിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. കേരളത്തിലാണ് ഞവരരി ഉൽപ്പാദിപ്പിക്കുന്നത്. ഞവരരി 2 നിറത്തിൽ കാണും. സ്വർണ്ണ നിറത്തിലുമുണ്ട്, കറുത്ത കളറിലും കാണും. കറുത്ത നിറത്തിലുള്ള ഞവരരിയാണ് ഏറ്റവും ഉപയോഗമുള്ളതെന്നാണ് പറയുന്നത്. ഞവരരിയുടെ തവിടൊന്നും കളയാതെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഞവരരി എല്ലാ അങ്ങാടി കടകളിലും അല്ലെങ്കിൽ ഔഷധങ്ങൾ വിൽക്കുന്ന ഷോപ്പിലും വലിയ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ വാങ്ങാൻ കിട്ടും. ഞവരരിയിൽ വൈറ്റമിൻ ബിയും സിങ്കും അയണും പ്രോട്ടീനും ഒരുപാട് ഫൈബർ കണ്ടൻറ്റും ഒക്കെ ഉണ്ട്. ഫൈബർ ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ദഹിക്കും. അപ്പോൾ എല്ലാ വയസ്സിലുള്ള ആൾക്കാർക്കും ഇത് കഴിക്കാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് ഒരു 6 മാസം കഴിഞ്ഞാൽ നമുക്ക് ഞവരരി കൊടുത്തു തുടങ്ങാം. 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആഹാരമാണ് ഞവരരി. ഞവരരി പൊടിച്ചിട്ട് കുറുക്കുണ്ടാക്കിയാണ് കൊടുക്കുന്നത്. ഞവരരി കൊണ്ട് എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറുക്ക് തയ്യാറാക്കുന്നതെന്ന് റെസിപ്പീസ് ഇടുന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെന്നുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. തൂക്കമൊക്കെ കുറവുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആഹാരമാണിത്. കാരണം അവർക്ക് പെട്ടെന്ന് തന്നെ വെയിറ്റ് കൂടാൻ സഹായിക്കും. കൂടാതെ അയൺ കണ്ടൻറ്റ് ഒരുപാടുണ്ട്. അപ്പോൾ വളർച്ചയുള്ള കുട്ടികൾക്കൊക്കെ ഇത് നൽകുന്നത് നല്ലതാണ്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, കുറച്ചും കൂടെ വലിയ കുട്ടികൾക്കും ഇത് കൊടുക്കാം. വലിയവർക്കാണെങ്കിൽ ഇത് നമ്മൾ പാലൊക്കെ ഒഴിച്ചിട്ട് കഞ്ഞി വെച്ച് കുടിക്കാം. അല്ലെങ്കിൽ കൂടാതെ ഇതിൽ തന്നെ പച്ചമരുന്നുകളൊക്കെ ചേർത്തിട്ടും കഞ്ഞി വെച്ചിട്ട് കുടിക്കാം കേട്ടോ. ഞവരരി കഴിക്കുന്നത് അകമേ ഉള്ള മുറിവുകളൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടാനൊക്കെ സഹായിക്കും. ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്കും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ചില സമയത്ത് ഡോക്ടർമാർ പറയും കുഞ്ഞിന് വെയിറ്റ് കുറവാണെന്ന്. ആ സമയത്ത് പ്രഗ്നൻ്റ് ആയവർ ഇത് കഞ്ഞി വെച്ച് കുടിച്ചാൽ കുട്ടിക്ക് തൂക്കം കൂടാൻ സഹായിക്കും. ഇത് കഴിക്കാൻ മാത്രമല്ല, പുറമേയുള്ള രോഗങ്ങൾക്കും വളരെ നല്ലതാണ്. സോറിയാസിസ് പോലെയുള്ള ത്വക്ക് രോഗങ്ങൾക്ക് ഞവരരി അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് തേക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാർ പറയാറുണ്ട്. സ്കിന്നിലെ നിറവ്യത്യാസമൊക്കെ മാറാൻ ഞവരരി സഹായിക്കും. കൂടാതെ ഫേഷ്യലുകൾക്കും ഇപ്പോൾ ഞവരരി ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് ഗുണങ്ങളുള്ളതല്ലേ, അതിപ്പോൾ നമ്മൾ പുറമെ പുരട്ടിയാലും അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടും. സന്ധികളുടെ വേദനകൾക്കും ഇത് ഉപയോഗിക്കാറുണ്ട്. ഞവരരിയിൽ ഒരുപാട് വൈറ്റമിൻ സി ഉണ്ട്. അപ്പോൾ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും വളരെ നല്ലതാണ്. ഞവരരിയിൽ ഒരുപാട് ഫൈബർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് കഴിച്ചാൽ വേഗം തന്നെ ദഹിക്കും. അപ്പോൾ അസുഖമുള്ള സമയത്തും കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആഹാരമാണിത്. ചോറ് പോലെ തയ്യാറാക്കി കഴിക്കുന്നതിനേക്കാളും നല്ലത് കഞ്ഞി വെച്ച് കുടിക്കുന്നതാണ്. അപ്പോൾ ചോറുണ്ടാക്കിയിട്ട് അതിലെ കഞ്ഞിവെള്ളം കളയരുത്. ഒന്നുകിൽ ചോറ് കഴിച്ചതിന് ശേഷം കഞ്ഞിവെള്ളം കുടിക്കുക, അല്ലെങ്കിൽ കഞ്ഞിയായിട്ട് കുടിക്കുക. ഡയബറ്റിക് പേഷ്യൻസിനും ഇത് കഴിക്കാം. സ്പോണ്ടിലോസിസ് പോലെയുള്ള അസുഖങ്ങൾക്ക് ഞവരരിയുടെ തവിട് കൊണ്ടുള്ള എണ്ണ ഉപയോഗിക്കാറുണ്ട്. വേദന മാറാനും വാതരോഗങ്ങൾക്കെല്ലാം ഈ എണ്ണ ഉപയോഗിക്കാം. കൂടാതെ പാല് കൂടാൻ വേണ്ടിയിട്ട് അമ്മമാർക്കും ഞവരരി കഴിക്കാം. അപ്പോൾ ഇത്രയും കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ ഫുഡാണ് ഞവരരി. എല്ലാ ദിവസവും കഴിക്കുന്നെങ്കിൽ അത്രയും നല്ലതാണ്. പക്ഷേ സാധാരണ അരിയേക്കാളും കുറച്ച് വില കൂടുതലാണ് ഞവരരിക്ക്. മാക്സിമം നമ്മുടെ ആഹാരത്തിൽ ഞവരരി ഉൾപ്പെടുത്താൻ നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.